നമസ്കാരം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചുണ്ടിൻ്റെ വലിപ്പം കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ഓൾറെഡി ചുണ്ടിൻ്റെ വലിപ്പം കൂട്ടാനായിട്ടുള്ള ഒരു എക്സസൈസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് റിക്വസ്റ്റുകളാണ് ലിപ്സിൻ്റെ വലിപ്പം കൂട്ടാനല്ല കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇനി ലിപ്സിൻ്റെ വലിപ്പം കൂട്ടാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അവിടെ വീഡിയോൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിപ്സിൻ്റെ വലിപ്പം കുറയ്ക്കാനായിട്ട് അങ്ങനെ ഒരുപാട് എക്സസൈസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ചുണ്ടുള്ളിലേക്ക് പിടിക്കുക. ചുണ്ട് വലിപ്പം കൂട്ടാനുള്ള എക്സസൈസിലും ചുണ്ടുള്ളിലേക്ക് പിടിക്കുന്ന ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടത്. ചുണ്ടുള്ളിലേക്ക് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനെയല്ല പിടിക്കേണ്ടത്. ചുണ്ടൊന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഒതുക്കുക, അതായത് ഈ വീതി ഈ ഒരു ഭാഗം ഇങ്ങനെ ആക്കിയിട്ട് വേണം. ഇങ്ങനെ നമ്മൾ ഒരു 20 സെക്കൻഡാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ എക്സസൈസ്. ഇനി രണ്ടാമത്തെ എക്സസൈസ് ജസ്റ്റ് ഇങ്ങനെ ചുണ്ടൊന്ന് ഒതുക്കുക, ഈ രണ്ട് സൈഡും ഉള്ളിലേക്ക് ഒതുക്കുക. അതിന് ശേഷം ചുണ്ടൊന്ന് ഇങ്ങനെ ഓന്ന് പോലെ പിടിക്കുക കേട്ടോ. ഒട്ടും ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല ചുണ്ടിൻ്റെ ഇടയിൽ. ടൈറ്റ് ചെയ്ത് പിടിക്കുക മാക്സിമം. ശരിക്കും നമുക്ക് പെയിൻ ഫീൽ ചെയ്യണം ഇങ്ങനെ പിടിക്കുമ്പോൾ. പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യണത് സ്റ്റോപ്പ് ചെയ്യരുത്. നോ പെയിൻ നോ ഗെയിൻ എന്നാണ്. നമ്മൾ ആ ചെറിയ പെയിനൊക്കെ ഫീൽ ചെയ്താലാണ്, അതൊക്കെ എന്താ പറയുക, സഹിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്ത സെയിം കാര്യം തന്നെ കുറച്ച് തുറന്ന് പിടിച്ചിട്ട് ചെയ്യാം. കണ്ടോ, നമ്മൾ നേരത്തെ ഇങ്ങനെയല്ലേ ചെയ്തത്. ഇനി അടുത്തതായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് തുറന്ന് പിടിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചുണ്ട് ഒതുക്കി പിടിക്കണം, ഇങ്ങനെ വികസിപ്പിച്ച് പിടിക്കാൻ പാടില്ല. ഓക്കെ, ഇനി ഈ സെയിം കാര്യം തന്നെ കുറച്ചും കൂടി ഓപ്പൺ ചെയ്തിട്ട് പിടിക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ചും കൂടി ഓപ്പൺ ചെയ്തിട്ട് സെയിം കാര്യം തന്നെ കുറച്ചും കൂടി നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാം. ഇതാണ് കേട്ടോ എനിക്ക് മാക്സിമം ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എത്രയാണോ മാക്സിമം ചെയ്യാൻ പറ്റുക അത്രയും തന്നെ ഓപ്പൺ ചെയ്ത് പിടിക്കുക. സൈഡ് എപ്പോഴും ചുരുക്കി പിടിക്കാനായിട്ട്, അതായത് ഈ ഒരു ഭാഗം ഒതുക്കി പിടിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. ശരിക്കും
ഈ ഒരു ഭാഗത്ത് ഇവിടുത്തെ മസിൽസിനാണ് നമുക്ക് പെയിൻ ഫീൽ ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, വേദന എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരും സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇനി ഇത് എപ്പോഴൊക്കെ ചെയ്യണം? ഫേഷ്യൽ എക്സസൈസ് ആയതുകൊണ്ട് നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ സമയം കിട്ടണത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. മാക്സിമം നിങ്ങൾ ഈ ഒരു സെറ്റ് 2 നേരം ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ ഒന്ന് രാവിലെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് വൈകിട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വീഡിയോ റിക്വസ്റ്റ് ഉണ്ടാവില്ലേ, ഞാൻ എന്നെ കൊണ്ട് ചെയ്യിക്കണം അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞു തരണം എന്ന് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ ID ഉണ്ട്, ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഉണ്ട്, ഇൻസ്റ്റയുടെ ലിങ്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാട്ടോ എന്നെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.